മൈസൂരിലെ വൃന്ദാവൻ ഗാർഡനിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ പോലൊരു ഫൗണ്ടൻ ഇവിടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ഫ്ലവർ ഗാർഡനിൽ പുതിയതായി ഒരുക്കിയിരിക്കുന്നു. ഫ്ലവർ ഗാർഡനിലെ പകൽ കാഴ്ചകളും രാത്രിയിലെ വർണ്ണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഗാർഡനിലെ കാഴ്ചകളും കാണാം ഈ വീഡിയോയിൽ. നമ്മൾ ഇപ്പോൾ ഉള്ളത് വാഗമണിലെ DTPCയുടെ കീഴിലുള്ള അഡ്വഞ്ചർ പാർക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളത്തിലുള്ള കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് ഇവിടെയാണ്. ഇവിടെ പുതിയതായി തുടങ്ങിയതാണ് ഈ ഫ്ലവർ ഗാർഡൻ. ഇതാണ് ഫ്ലവർ ഗാർഡന്റെ പ്രവേശന കവാടം. ടിക്കറ്റ് കാണിച്ച് ഉള്ളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് പല നിറത്തിൽ തിങ്ങി നിൽക്കുന്ന ചൈനീസ് ബോൾസം. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശന സമയം. മറുവശത്തായി ഒരു മലയണ്ണാനെയും ഒരു ഹൾക്കിന്റെ ശില്പവും കാണാം. ഇതാണ് കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ. ഊഞ്ഞാലും സൈക്കിളും സീസോയും അങ്ങനെ കുറച്ച് റൈഡുകളുണ്ട് ഇവിടെ. ഇതാണ് മിക്കി മൗസ് ബൗൺസി സ്ലൈഡ്. കാറ്റ് കയറ്റി നിർത്തിയിരിക്കുന്ന ഒരു റൈഡ്. ഒരേ സമയം കുറേ കുട്ടികൾക്ക് കയറാൻ ഇതിൽ. എല്ലാവരും ഈ റൈഡിൽ കയറാനുള്ള തിരക്കിലാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൈഡ് തന്നെയാവും. വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ ആകൃതിയിലുള്ള ഒരു ഫ്രെയിം. ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. പകൽ കണ്ടാൽ വലിയ ഭംഗിയൊന്നും തോന്നില്ല. രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോഴാണ് കിടുവാവുക. എന്തായാലും നമ്മുടെ ആമി ഓടിക്കേറി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. മുന്നോട്ട് പോകുമ്പോൾ കാണാൻ രണ്ട് വശത്തും വരിവരിയായി വിവിധ നിറത്തിൽ പൂത്തു നിൽക്കുന്ന ബഡ് റോസ ചെടികൾ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും, വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് എൻട്രി ഫീ. ക്യാമറയ്ക്ക് 150 രൂപയാണ് എൻട്രി ഫീ. ഇവിടുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നേ കണ്ട പ്ലേ ഏരിയയും ടിക്കറ്റ് കൗണ്ടറും പാർക്കിംഗ് ഏരിയയും ഒക്കെ കാണാം. അടുത്തതായി എത്തുന്നത് ആന്തൂര്യം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏരിയയിലാണ്. രണ്ട് വശത്തും പൂത്തു നിൽക്കുന്ന ആന്തൂര്യം ചെടികൾ. പോകുന്ന വഴി നല്ല ഭംഗിയിൽ കല്ല് വിരിച്ചിരിക്കുന്നു. പലതരം ചെടികൾ കാണാം ഇവിടെ. എൻ്റെ അമ്മ ഈ പൂക്കളൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മുടെ അമ്മമാരെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്കാവും ഈ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. മുന്നിൽ കാണുന്ന ഏരിയയിൽ ചെറിയ ചെടികളാണ്. ഈ അടുത്ത് നട്ടേ ഉള്ളൂ. പുതിയതായി തുടങ്ങിയത് കൊണ്ട് ചെടികൾ നിറയാൻ കുറച്ച് ആഴ്ചകൾ എടുക്കുമെന്ന് തോന്നുന്നു. റോസ് ഗാർഡൻ, നാച്ചുറൽ ഗാർഡൻ മുന്നിലാണെന്നുള്ള സൈൻ ബോർഡ് കാണാം. മുന്നിലെ ഗ്രീൻ നെറ്റ് കൂടാരത്തിൽ ബന്ദിയും കലാഞ്ചോയും വേറെ കുറേ തരം ചെടികളുമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ കാണാനാവുക സീനിയ പൂക്കളുടെ ഒരു ഏരിയയാണ്. ഇവിടെ നടപ്പാതയ്ക്ക് കുറുകെ ലവ് ഷേപ്പിലുള്ള കുറെ വലിയ ഫ്രെയിമുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുന്നിലെ ഫ്രെയിമിലൊക്കെ ഫുള്ള് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത്. രാത്രി ലൈറ്റൊക്കെ ഇട്ടാലേ ഈ ഫ്രെയിമിന്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ. നേരെ മുന്നിലായി ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലെ തോന്നിക്കുന്ന ഒരു കരിമ്പുലിയെ കാണാം. ഈ മുന്നിൽ കാണുന്ന ഫോട്ടോ പോയിന്റ് ആട്ടോ. 2024 വലുതാക്കി ഉണ്ടാക്കി വെച്ചിരിക്കും. പിന്നെയാണെന്നുള്ള ഒരു ഗിത്താർ ഷേപ്പിലുള്ള ഒരു ഫ്രെയിമുമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരെ പരിഗണിച്ച് നിരവധി ഫോട്ടോ പോയിന്റുകളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഗാർഡനിലെ ലൈറ്റുകളെല്ലാം പ്രകാശിച്ചു തുടങ്ങി. നമ്മൾ നേരത്തെ നടന്നു വന്ന സ്ഥലങ്ങളാണ് താഴെ കാണുന്നത്. ഈ ഗാർഡന്റെ ഏറ്റവും മുകളിലായി വി ലവ് വാഗമൺ എന്ന് എഴുതിയൊരു ഫോട്ടോ പോയിന്റ് ഉണ്ട്.
കുറെ പേർ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് കാണാം. നമ്മളിപ്പോൾ നടന്നെത്തിയിരിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് ഒരു 360 ഡിഗ്രി കാഴ്ച കാണാൻ കഴിയുന്ന ഒരു വാച്ച് ടവർ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ, അതിനാൽ അതിന് മുകളിൽ കയറാനായില്ല. നേരെ മുന്നിലായി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ ചെക്ക് ഡാമിൻ്റെ ഒരു വ്യൂ ആണ് കാണാൻ കഴിയുക. ഈ ചെക്ക് ഡാമിൽ പകൽ സമയം ബോട്ടിംഗ് ഉണ്ട്. അങ്ങ് ദൂരെയായി കാണുന്നതാണ് അഡ്വഞ്ചർ സോൺ ഏരിയ. ആ കുന്നിൻ്റെ മറുവശത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നിടത്താണ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ നടക്കുന്നത്. സൈഡിലായി ഒരു സ്റ്റേജും കാണാം. ഷോ കാണാനായി ഓരോരുത്തരായി നിലത്ത് ഇടം പിടിച്ചു തുടങ്ങി. പകൽ ചൂടും, എന്നാൽ ഇപ്പോൾ നല്ല തണുത്ത കാറ്റും. വരുമ്പോൾ ഒരു ജാക്കറ്റ് എടുത്താൽ നല്ലത്. 7 മണിയായപ്പോൾ ഷോ തുടങ്ങി. മുന്നിലും പിന്നിലും നിറഞ്ഞ കാഴ്ചക്കാർ. നമുക്കിനി ഷോയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഏകദേശം 15 മിനിറ്റാണ് ഷോയുടെ ടൈം. ദിവസം ഒരു ഷോ മാത്രം. മൂവി സോങ്സിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് വേറെ മ്യൂസിക്കാണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് കാണുന്ന ഫീൽ വീഡിയോയിൽ കിട്ടില്ല.
ഞാൻ മുംബൈ മ്യൂസിക്കൽ ഫൗണ്ടൻ കണ്ടിട്ടുള്ളത് മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻസിലാണ്. ഫൗണ്ടന് അത്രയും വലിപ്പമില്ലെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഷോ കഴിഞ്ഞു. ഇനി ഗാർഡനിലെ ലൈറ്റിംഗ് കാഴ്ചകളിലേക്ക് പോവുകയാണ്. രാത്രിയായപ്പോൾ പല നിറത്തിലുള്ള ലൈറ്റൊക്കെ ഇട്ട് വേറെ ലോകമായി എന്ന് തന്നെ പറയാം. വാഗമൺ വരുന്നവർ തീർച്ചയായും ഇവിടം സന്ദർശിക്കുക. പകൽ സമയം വാഗമണിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ വന്നാൽ ഫ്ലവർ ഗാർഡനും മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോയും ലൈറ്റിങ്ങും ഒക്കെ കണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് മടങ്ങാം. വാഗമൺ ഫ്ലവർ ഗാർഡനിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.